കപ്പിൾസിലാണ്, ഫുൾ കിസടി പരിപാടികളാണ്. കപ്പിൾസ് വരാണെങ്കിൽ ഫുൾ ഡേ സ്പെൻഡ് ചെയ്യാം അല്ലേ. റെഡ് കണ്ണുണ്ട ചില ആമയുടെ ബാനാ ഇവിടെ ഉള്ള വഴി ഉണ്ടായിരുന്നൂടി പുറത്തേക്കോട്ടെ. നമ്മളിപ്പോ വന്നത് എവിടെയാണ്? ഇത് ഫോർട്ട്, പാലക്കാട് ഫോർട്ട്. അപ്പൊ ഡിറ്റ ചെരുപ്പ് മാറി ഷൂ ഇടുന്നു. ട്രക്കാനൊന്നും ഇല്ല, സിമെന്റ് ഇട്ട് വഴിയാ. ഡിറ്റ ഷൂ ഇട്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ സ്റ്റൈലിൽ പോവാം. കാർ പാർക്ക് ചെയ്ത് നമ്മൾ ഇവിടെയാണ്. ഇനി ഉള്ളിൽ കയറണം, എൻട്രി ഫീസ് കൊടുത്ത് കയറണം. നമ്മളിവിടെ ക്യാഷ്ലെസ് ആയിട്ട് ക്യാഷ് എടുക്കാൻ വീണ്ടും പോയി. ഗൂഗിൾ പേ അത് തെണ്ടിത്തരാണ്. ഇവിടെ നെറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. അവിടെ എഴുതിയുണ്ട് ക്യാഷ്ലെസ്സിന് 20 രൂപ. അതായത് ക്യാഷായിട്ട് കൊടുക്കുകയാണെങ്കിൽ 20 രൂപ ഉള്ളൂ. ഗൂഗിൾ പേ കൊടുക്കുകയാണെങ്കിൽ 25 രൂപ. അതെവിടെ എഴുതിയുണ്ട്. അപ്പൊ ഞാൻ ചോദിക്ക 5 രൂപ പോട്ടെ വിചാരിച്ചു. പക്ഷേ പെർ ക്യാഷ് പേയ്മെന്റ് 25, ക്യാഷ്ലെസ് 20. കുറവാണല്ലേ. അല്ലേ അതായത് കണ്ടത് ഇവിടെ എൻട്രി ഫീസ് 20 രൂപ, മ്യൂസിയം ₹0. AC നിൽക്കണോ? ടോട്ടല് അങ്ങനെ നമ്മൾ ഫോർട്ടിൽ കയറിയിരിക്കുന്നു. ഞാൻ ചോദിച്ച ഫോർട്ടെന്ന് ചോദിച്ചപ്പോ കടലിലായിരിക്കുമല്ലോ, അവിടെയുള്ള അറ്റാക്ക് ഉണ്ടാവാ. അതാ പറഞ്ഞേ. സിറ്റിയിലെ നടുക്കിലാണ് ഈ ഫോർട്ട്. പക്ഷെ രസമുണ്ടല്ലേ. ആമ കിട്ടിയ ആമ കാണിച്ചോ. 2 ആമയുണ്ട്. നല്ല കുറെ ആമയുണ്ടല്ലോ, ഇവിടെ ഉണ്ടല്ലോ. നല്ല കളർഫുൾ ഗ്രീൻ അല്ലേ. ഇതെന്തിനാ ഇത്? ആൾക്കാർക്ക് അങ്ങോട്ട് കിടക്കാണ്ടിരിക്കാൻ വേണ്ടിയാ. എന്തൊരു താഴ്ച ഉണ്ടാവോ എഴുതിച്ചിട്ടുണ്ടാവും. അപ്പം നമ്മൾ ഇതാണ് ഇവിടുത്തെ വ്യൂ. എൻട്രി ഇതാണ്. പക്ഷെ ആരും സെക്യൂരിറ്റി ഒന്നും ചോദിച്ചില്ല. അങ്ങനെ നമ്മൾ ഫോർട്ടിലേക്ക് കയറുന്നു. സെക്യൂരിറ്റിക്കാരായിട്ട് ആരുമില്ല. അതാ ഇത്ര പച്ച. ഈ വെള്ളം റൊട്ടേഷൻ ഒന്നും ഉണ്ടാവില്ല. വേ ടു ഫോർട്ട്. അപ്പൊ നമ്മൾ ഫോർട്ടിലേക്ക് കയറുന്നു. ഇത് വലിയ ഫോർട്ടാണോ? രസമുള്ള സ്ഥലമാണ്. സിനിമയിലൊക്കെ വരുന്ന സ്ഥലമാണ്. ഞാൻ പണ്ടായിട്ട് കയറണമെന്ന് വിചാരിച്ച സ്ഥലമാണ്. ഏതിന്? ഫോർട്ടിനല്ലേ. പക്ഷെ ഈ പാലുള്ളവരെ എനിക്ക് അതേ മീനുകൾ നോക്കി. നൈസ്. നോക്കിയാലോ, കാണാൻ പറ്റുന്നുണ്ടോ? ഓ നൈസ്. എന്തോരാ നീ ഇത്ര. ഞാൻ ആദ്യമായിട്ട് ഇത്ര മാത്രം ആമേനാണ്. നല്ല സൈസുള്ള ആമ. പക്ഷെ ഇത് നാച്ചുറൽ ആമയാണോ? അല്ല ലൈക്ക് അങ്ങനെയല്ല. കേരളത്തിൽ വളർന്ന കുറെ ആമകളുണ്ട്. ആമസോൺ ആമയൊക്കെ വന്നു കഴിഞ്ഞാൽ നശിപ്പിക്കും. ഇത് ഇവിടുത്തെ ആമ തന്നെയാന്ന് തോന്നുന്നു. പ്രശ്നമില്ലാത്ത ആമയായിരിക്കും. ആ റെഡ് കണ്ണുണ്ട ചില ആമകളുടെ ബാനാ ഇവിടെ വളർത്താൻ പാടില്ല. അത് കൊന്നുകള. അത് സാധനങ്ങൾ മൊത്തത്തിന് എക്കോസിസ്റ്റം മൊത്തം തകർക്കും. അങ്ങനത്തെ ആമ പോയി റെസ്റ്റ് എടുക്കും. വിശക്കുമ്പോൾ പുറത്തേക്ക് വരും. ആമയ്ക്ക് സുഖം. അതേ മീൻ എന്താ പറയുക, നേരെ പോയി കടിച്ചിരുന്നാൽ മതി. ചെറിയ മീനുകളല്ലോ, ഒരു വലിപ്പമുള്ള മീനുകളല്ലേ. അതെ ചെറുതൊന്നും അതിനൊക്കെ ആമ അടിക്കണ്ടാവും. അങ്ങനെ നമ്മൾ കയറിയിരിക്കുന്നു. പാലക്കാടിന്റെ ചരിത്രം ഇവിടെ ഉണ്ട്. അപ്പൊ വായിക്കുന്നവർ പോസ് ചെയ്ത് വായിച്ചോ. ഏത് 1976 സുൽത്താൻ. പാലക്കാട് ശേഷം ഹൈദരലി ഇവിടെ നിന്ന് കോട്ട പുതുക്കി പണിതു. 1766. ഹൈദരലി. ഇതിപ്പോ ഉള്ളിക്കൂടെ നമ്മൾ കേറി വീണ്ടും കേറി
ഇങ്ങനെയല്ലേ, പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ, ഫുൾ നല്ല ഹൈറ്റുള്ള മതിലുകൾ. ഇനി ഭംഗിയുള്ള ഏരിയ വരുമോ? യെസ്, വന്നു. ഇതാണ് കോട്ട്. അല്ല, ശരിക്കും അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതാ, നമുക്ക് തിരിച്ചു കയറാം. മോളിൽ നിന്നുള്ള വ്യൂ ഇത്. നമ്മൾ നേരത്തെ കണ്ട മോളിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഫ്രണ്ട് ഭാഗം കാണാം. ഇതാണ് ഇനി ഇതായിരിക്കും ശരിക്കുള്ള കോട്ട. ഇത് അമ്പലമാണ്. ഇത് അമ്പലം. ആവശ്യത്തില്ല. ഇത് അമ്പലോ ഇതിൻ്റെ ഉള്ളിൽ ഒരു അമ്പലമുണ്ട്. ഫോർട്ടിനുള്ളിൽ ഫസ്റ്റ് കയറുമ്പോൾ ഒരു അമ്പലമുണ്ട്. ഹനുമാന്റെ അമ്പലമാണെന്ന് തോന്നുന്നു. ഗണപതി ഹോമം, ആനയോട്ടം, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇത് പക്ഷെ മുസ്ലിം അല്ലേ ഹൈദരാലി? പിന്നെ ഇങ്ങനെ അമ്പലം വന്നപ്പോ ഇത് അമ്പലമുണ്ട്. അത് അമ്പല സ്റ്റിൽ എൻ്റെ ഉള്ളിൽ പരിപാടി ഉണ്ടോ? അതമ്പല ഓടി നേരത്തെ കണ്ട സ്ഥലല്ലേ, അതിൻ്റെ ഉള്ളിലേക്ക് പോണ. ഇതിപ്പോ എന്താ സംഭവം? ഇപ്പൊ ഫോട്ടോ ഇത്രേ ഉള്ളൂ. അപ്പൊ രാവിലെ സമയം 8 മണി തൊട്ട് 5:30 വരെ. അവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. അപ്പൊ ടിക്കറ്റ് എടുക്കണ്ട, ടിക്കറ്റ് എടുത്തിന് ചമ്മയാണ്. അപ്പൊ അമ്പലം വരെ ഫ്രീ ആയിട്ട് കയറാം. അമ്പലത്തിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് കറങ്ങിയിട്ട് മുകളിൽ കയറി. ഡാൻസറൊക്കെ ഉണ്ട്, പിള്ളേരുടെ ഡാൻസ്, ഷൂട്ടറൊക്കെ എന്താ പരസ്യം. ഇവിടെ എല്ലാ പരിപാടിയും നടക്കും. ഇവിടെ അപ്പൊ ഇതാണ് ഫോർട്ട്. പഴയ രസം കേട്ടോ, ഇഷ്ടപ്പെട്ടു. I like it. നമ്മുടെ എൻ്റെ സ്കൂളുകളുണ്ട്. പക്ഷെ അതിനൊക്കെ നല്ല കാശ് ചാർജ് ചെയ്യില്ലേ? അത്രേ ഉള്ളൂ. എവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നോക്കാം. പാലക്കാട് ഫോർട്ട്. ഇതെന്തോ ചരിത്രം. പ്രൊട്ടക്റ്റഡ് മോണുമെന്റ്സ്. The monument has been declared to be a national importance under the Ancient Monument and Archaeological Sites and Remains Act 1958. As per the Ancient Monuments and Archaeological Sites and Remains, destroys, removes, injures, faces. ഇതാണ് ചരിത്രമൊന്നല്ല, ഇതിലൊന്നും ഭംഗി കയറ്റാനല്ല, ഒന്ന് വൃത്തിയാക്ക. ജയിലായിരിക്കും, അറിയില്ല. ബേബി ഫീഡിംഗ് റൂം, ടോയ്ലറ്റ് അപ്പുറത്തുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് കയറി നോക്കാം. അതെ, അവിടെ എഴുതിണ്ടല്ലോ ട്രൈപോഡ് ആശയുണ്ട്. ഇത് ജയിലാന്ന് തോന്നുന്നു, അറിയില്ല, നോക്കാം. ഇത് ജയിലിൽ വെച്ച് ഇവർ എൻട്രി കയറാണ്ടിരിക്കേണ്ടി അടച്ചിട്ട് കുട്ടി. ഇതിന്നിട്ട് ഹോർട്ടിക്കൾച്ചർ ബ്രാഞ്ച് ഓഫ് ഉദ്ദേശം. ഹോർട്ടിക്കൾച്ചർ പൂക്കൃഷിയല്ലേ? ഈ പരിസരത്ത് പുകവലി കർശനമായി നിരോധിച്ചിരിക്കുന്നു. പക്ഷെ ഈ പരിസരത്ത് എന്താന്ന് എഴുതി വെച്ചത് വായിക്കായിരുന്നു. വർഷങ്ങൾ പഴക്കമുള്ള മര. ഈ മരത്തിൽ ജോയിൻ ചെയ്തേക്കണല്ലേ? ഓ നൈസ്. തിരിച്ചുവരവിനെ ഓർമ്മിപ്പിച്ചോ ഒരു വീട്. എന്നിട്ടിത് ഇതൊക്കെ മറ്റേ വേസ്റ്റ് ഇട്ട് കത്തിക്കണ സാധനേ ആണെന്ന് വിചാരിക്കുന്നു അല്ലേ? അതല്ലേ ഇതിപ്പോ എന്തായിരിക്കും ഒരു 10 വർഷം. ഇത് ഇവിടെ ഇതിനുള്ള ബിൽഡിംഗ് ഒന്നുമില്ല. ബിൽഡിങ്ങിലേക്ക് മതിൽ മാത്രം ആയിട്ട് കാര്യമില്ല. പീരങ്കിയൊക്കെ അല്ല, രാജാവിന് താമസിക്കാനുള്ള ഇതൊക്കെ ആയിരിക്കും താമസിക്കാനുള്ള സ്ഥലം. പക്ഷെ ഇതൊന്നും മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഉള്ളിൽ കയറാൻ പറ്റണ്ടെങ്കിൽ ഇതായിരിക്കും രാജാവ്. വെള്ളം പുറത്തേക്ക് വീട്ടാനുള്ള പൈപ്പാണ്. ഈ മോളിൽ തോടെ ഇപ്പൊ പണിതാ. പണ്ടിലേക്ക് നമ്മുടെ തറ പോലെ
പുറത്തേക്ക് ഈ വെള്ളം കയറുന്ന പൈപ്പ് ഉണ്ടല്ലേ, അതിൻ്റെ പൈപ്പാണ് നിങ്ങൾക്ക് നോക്കാൻ ഇങ്ങനെ 1 2 3 4 ഓരോ സ്ഥലത്തു നിന്നും. അത് വലിയ പൈപ്പില്ല, അത് മണ്ണൂന്നുണ്ടാക്കിയ പൈപ്പ്. ഇത് കപ്പിൾസൊക്കെ ഇരിക്കുന്ന സ്ഥലമായിട്ട് എനിക്ക് തോന്നുന്നു. എല്ലായിടത്തുണ്ട്, പക്ഷെ ഇത് എവിടെ ഒന്നും കാണാനില്ലല്ലോ. നമ്മൾ അവിടെ നിന്ന് നടന്ന് ഇവിടം വരെ എത്തി. പ്രത്യേകിച്ചൊന്നും കണ്ടില്ല. കുറേ മെയിൻറ്റെയിൻ ചെയ്യാത്ത ബിൽഡിംഗ് ഉണ്ട് അല്ലേ. ഏരിയ നടക്കാനുണ്ടാവും, പക്ഷെ നമുക്ക് അല്ല അങ്ങനല്ല, നല്ല വ്യൂവോ അല്ലൊക്കെ വേറെ. ഏതാ തൃശ്ശൂർക്കാരൻ വന്നിട്ട് എഴുതിച്ചു നോക്കി ബെന്നൂന്നാണ് അതിൽ ഇരിക്കണേ. കണ്ടില്ല. ഓ ഇതൊന്നും കാണാൻ പറ്റില്ല എടി, ഇതൊന്നും കാണാൻ പറ്റില്ല. ഇങ്ങനെയാണ് നമ്മൾ ആ വഴിയാണ് നടന്നു വന്നത്. അപ്പം നമ്മൾ ആ വഴിയാണ് നടന്നു വന്നത്. അതാണ് ഫ്രണ്ട് വ്യൂ, ഇവിടുത്തെ വ്യൂ. ശരിക്കും ഇതൊക്കെ ഇത് ഇവിടുത്തെ ഇങ്ങനത്തെ ഒരു വ്യൂ. ഇതൊന്നും ഇവിടുന്ന് കുറച്ച് കാണാൻ പറ്റും. ശരിക്കും ഇവിടെ നടക്കാനുള്ള വഴി ഉണ്ടായിരുന്നു ഒരു പുറത്തേക്കൂടെ, പക്ഷെ അത് ക്ലോസ് ചെയ്തേക്കാം. നൈസ്. ഓ ഇത് മൊത്തം ഇങ്ങനെയാണല്ലോ. ഇവിടെ ഫുൾ കപ്പിൾസലാണ്. ഇല്ല, കപ്പിൾസലാണ്, ഫുൾ കിസ്സടി പരിപാടികളാണ്. അത് കാരണം ഒരാൾക്ക് വീട് എടുക്കാൻ പോലും പറ്റില്ല. എന്ത് കഷ്ടമല്ലേ. അവർ കിസ്സടിച്ചോട്ടെ, വീഡിയോയിലൊന്നും വെച്ചത് പ്രശ്നവും. അപ്പോൾ പുറത്തേലൊക്കെ ആൾക്കാർ ഇങ്ങനെ ഫുൾ ടൈം വഴിയിലേക്ക് കിസ്സടിച്ചെടുക്കെ ഉണ്ടോ, ഞങ്ങൾക്ക് എടുക്കും. ഇവിടെ കാണാനല്ലേ ഇത്ര സ്ഥലം പോലെ. ഇതിപ്പോ ഇനി ഇങ്ങനെ കറങ്ങി നമ്മൾ തിരിച്ചു ഇവിടേക്ക് വരണട്ടാ. ഇവിടെ വരരുത്, അവിടെ വരാൻ മതി. ആ വഴി എങ്ങനെ ഇറങ്ങി പോണം. ഓക്കെ. ഈ ബിൽഡിങ് കൂടുതൽ കാണാണ്ട് ഇങ്ങനെ ഒരു ഫോട്ടോയുടെ ഭംഗിയാണ്. പക്ഷെ ഇപ്പൊ നല്ല ലൈറ്റ് ഇല്ലേ ഫോട്ടോ നിനക്ക് കാണാൻ പറ്റില്ല പുറത്ത്. വേണ്ടിട്ട ഇതിനൊക്കെ നല്ല കട്ടിയുണ്ട്. ഇതൊക്കെ പണിത് എന്തോരം വർഷം പിടിക്കൂലേ. ഇപ്പൊ നമ്മുടെ കേരള ഗവൺമെന്റ് ഒക്കെ പണിയാണെങ്കിൽ 5-6 വർഷം കൊണ്ട് പണി തീർക്കായിരിക്കും. നൈസ്. ഞാൻ കയറും, വീഴൊന്നുമില്ല. 2 കൊല്ലം കാണാനുണ്ടോ നോക്കുക, എന്നിട്ട് കയറിയാൽ മതിയില്ല. കയറടി. ഇത് ഒരുമിച്ച് കിടക്കാനുള്ള എപ്പോൾ വേണേ ഇടിഞ്ഞ് ഇതിവിടെ പൊളിഞ്ഞുണ്ട് അമ്മാര്. നൈസ്. പുറത്ത് പക്ഷെ സ്റ്റാർട്ടിങ്ങിന് ക്ലോസ് ചെയ്ത് വെച്ചേക്കാ. ശരിക്കും ഇത് പീക്കോക്ക് ഇപ്പത്തെ നാട്ടുകാർക്ക് വലിയ സംഭവമല്ല, കാരണം എല്ലാവരും വീട്ടിലുണ്ട്. പണ്ടൊക്കെ ഞാൻ പീക്കോക്കാണ് കൊതിച്ചിരുന്നു. ഇപ്പൊ പീക്കോക്കേ കാണണ്ട. ഇതിപ്പോ എന്താ അവസ്ഥ അല്ലേ, എവിടെയും വീഡിയോ എടുക്കാൻ പറ്റാത്ത അവസ്ഥയായി. നൈസ് വ്യൂ അല്ലേ. ഇതിപ്പോ എത്രാമത്തെ 5-ാമത്തെ തോന്നുന്നല്ലേ, 4 വേണ്ടേ. ഇത് 5, 6 ഇനിയും ഉണ്ടല്ലേ. ഇത് നീ ഫ്രണ്ടിലൊന്ന് പാർക്കണോ വേണ്ടത്. റൗണ്ട് കഴിയാറായാ അറിയാലേ. അപ്പൊ ബാ അടുത്തേക്ക് വാ. ഇതിപ്പോ ഇവിടെ മൂന്നല്ല, എന്താന്നറിയാ, ഇപ്പൊ ലാസ്റ്റ് 5-ാമത്തേക്ക് ആൾക്കാർ കയറില്ല. എല്ലാം സെയിം തന്നെയാണല്ലോ. അപ്പൊ അവിടെ ഫുൾ കപ്പിൾസ് കുട മറിച്ച് കലാപരിപാടികൾ. പിന്നെ ആൾക്കാർ വിചാരിച്ചോട്ടെ എനിക്കെന്താ പ്രശ്നം. ഇത് വെയിലുള്ളാണ്ട് എടുത്താ, ഇതിന് വെയിലുള്ളാണ്ട് നിക്കണ്ടേ. ഇതിപ്പോ കയ്യിൽ 2 കുട ഉണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇച്ചിന്റെ ബാക്ക് എടുക്കാൻ നടന്നാ നടക്കേ. അത് മറ്റേതുപോലെ ഉണ്ട്, മറ്റേ കുംബ്ലിംഗ് അല്ല, മറ്റേ സിനിമ ദുൽഖർ മരിക്കണ സിനിമ, സൗബിൻ കഞ്ചാവ് അടിച്ച് കിടക്കണ സ്ഥലല്ലേ.
നമുക്കവിടെ കയറാൻ പറ്റിയ സൂക്ഷിക്കണം. ആൾക്കാരുണ്ടായിരുന്നു. അവര് പോണു. നമുക്ക് നോക്കിയാലോ, പാമ്പുണ്ടാവോ? ഇച്ചിരി ഭംഗിയുണ്ടല്ലോ, ഞാൻ ഫോട്ടോ എടുക്കട്ടെ. ഇത് പഴയ ജയില് പോലുള്ള സ്ഥലമാണ്. പൊളിഞ്ഞ് പാളിസൊക്കെ നോക്കി. ഇവിടെ നോക്കി. ഇത് തലക്ക് വീഴാ. ജയിലാണോ? മരത്തിലൊക്കെ കട്ടി നോക്കി. മുകളിലേക്ക് കയറണം. ഇത് നമ്മൾ നേരത്തെ കയറിൻ്റെ ബാക്ക് സൈഡിൽ പോയി നോക്കിയിട്ടേ തിരിച്ചുള്ളിൽ കൂടെ. പക്ഷെ നല്ല രസമുണ്ടല്ലേ. ഇത് ജനലാണ്ട. ജനലുടെ വൈറ്റാണ് കമ്പി സാധനങ്ങളൊക്കെ. അത് ടോയ്ലറ്റാണ്. ടോയ്ലറ്റാണെങ്കിൽ പോകാണ്ടിരിക്കാം. ബാ പോവാല്ലേ. ഇത് നമ്മുടെ സ്ഥലത്തെത്തി കഴിഞ്ഞു. നമുക്ക് മുകളിലേക്ക് കയറാം. നമ്മളവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി 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 ഇറങ്ങി ഓൾമോസ്റ്റ് ലാസ്റ്റേക്ക് എത്തി. ശരിക്കും കയറാല്ല ഉണ്ടെങ്കിൽ കയറാണോ എന്നിട്ട് കയറാണ്ട് പോയി കഴിഞ്ഞാൽ മോശമല്ലേ. ഇത് നമ്പർ ഇവിടെ എന്താ നമ്പർ ഇട്ടുണ്ടോ? നമ്പർ ഇല്ലാത്തവരറിയില്ല. ഇത് 6, 7, 8ാമത്തെ സ്ഥലമൊക്കെ ആയിട്ട് തോന്നുന്നു. മഴ വീണ്ടല്ലോ. ഇതിപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഭാഗമാണ്. ഇപ്പോൾ നീ കയറി എൻട്രി ഭാഗത്തെത്തി അല്ല. ഇതിപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് കയറി ഇങ്ങനെ കറങ്ങി കറങ്ങി ഇവിടെ എത്തി. ശരിക്കും ഫോർട്ട് അല്ല, നിങ്ങളുടെ അടുത്ത ഫോർട്ടിൽ അല്ല ക്യാസലില്ലേ? അവിടെ ക്യാസൽ പക്ഷെ ഇല്ലല്ലോ. ചെറിയൊരു ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഫോർട്ട്. ഇങ്ങനെ കുറെ ഉണ്ടകൾ കാര്യങ്ങളൊക്കെ. ഞങ്ങക്ക് പുറത്തേക്ക് നോക്കിയ ബീച്ചും മറ്റേ ഇവരുടെ ജയില്, പീരങ്കി, ഇത് വാറ് പറഞ്ഞ മുന്നേ പണിതിട്ടായിരിക്കും. കഴിഞ്ഞിട്ട് ഇവര് താമസിച്ച സ്ഥലമായിരിക്കും. താമസിക്കാനുള്ള സ്ഥലമില്ലല്ലോ എന്ന് ഞാൻ ചോദിക്കണേ. അതുണ്ടായതൊക്കെ പോയിട്ടുണ്ടാവും. പിന്നെ അങ്ങനെയൊക്കെ പോവാൻ പോവാം. ഇതാണ് ആയിരിക്കും മറ്റേ പാലസ് എന്നൊക്കെ പറയാൻ പറ്റിയ സെറ്റപ്പ്. പക്ഷെ ഒക്കെ ദ്രവിച്ച് അലമ്പായിട്ട് പോയി. അതാരാളുകൾ കയറി കാണാനോ ഒന്നും പറ്റില്ല. അങ്ങനെ മഴ പെയ്യുന്നു, പൊടിക്കാറ്റ് പെയ്യുന്നു. ഇതൊക്കെ പഴയ ബിൽഡിങ്ങാണ്. പക്ഷെ ഇതൊക്കെ കയറി കണ്ടാലല്ലേ ഇതിൻ്റെ ഉള്ളിൽ എന്താണുള്ളത് എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അത് വളരെ മോശമായി പോയിട്ടാ അല്ലേ. അവരുടെ ഡാൻസ് കഴിഞ്ഞാണപ്പോൾ വീഡിയോ കിട്ടിയപ്പോൾ ചേട്ടാ ഞങ്ങൾക്ക് കുറച്ച് ഷോർട്സ് എടുക്കാനായിട്ട്. അതെ, കഴിഞ്ഞു. ലാസ്റ്റത്തെ ഫോട്ടോ സെക്ഷനാണ് പവറിൽ. അപ്പം നിങ്ങൾക്ക് വരാണെങ്കിൽ ഒരു ഹാഫ് ഡേ സ്പെൻഡ് ചെയ്യാം. കപ്പിൾസ് വരാണെങ്കിൽ ഫുൾ ഡേ സ്പെൻഡ് ചെയ്യാം അല്ല. ക്രേവിങ് വിശക്കുന്ന വെച്ചാൽ ഉള്ളിൽ ഇങ്ങനെ എരിയ. അതുപോലെ ഇത് ഇപ്പൊ ലൈക്ക് ആയോടി ഒരു കൊത്തുപണികൾ എന്ന് പറയുന്നത് ആ സാധനം മാത്രമേ ഉള്ളൂ. വേറെ എവിടെ നമ്മൾ കണ്ടില്ല. അതാണ് ആയോടിയുള്ള പ്രശ്നമല്ലേ അല്ലേ? അതെനിക്കറിയില്ല. ഐദർ അലിയാണോ, ഐദർ സുൽത്താൻ അങ്ങനത്തെയൊക്കെ ആയിരിക്കും. അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് കറങ്ങിയെത്തി. ഐദറിന്റെ ഇതുണ്ടല്ലോ, ഞാൻ അലി സുൽത്താൻ നോക്കണ്ടല്ലോ. അപ്പൊ നമ്മൾ കഴിഞ്ഞു, ഫോർട്ടിന്റെ കഴിഞ്ഞു. ഇനി അവിടെ പോയി നോക്കണോ? എൻട്രിയുടെ അപ്പുറത്ത് നമ്മളത് കയറിയില്ല. വ്യൂ സെയിം തന്നെയാണല്ലോ. ഇവിടെ എന്തുണ്ട്? ഇതിന്റെ മുകളില് ഇത് അമ്പലത്തിന്റെ മോൾ ഭാഗം. അതാണ് അമ്പലം. നടക്കാം. പക്ഷെ ഈ ഒരു ഇതുണ്ടാക്കിയിട്ട് ഫോട്ടോ ഉണ്ടാക്കിയിട്ട് പാലസ് ഇല്ലാത്തത് വളരെ മോശം. അറിയില്ല, പോയി നോക്കാം. ഫസ്റ്റ് ഓടി പോയി നോക്ക്. ഓ ഇതേ പീരങ്കി. പീരങ്കിയല്ല പ്രാർത്ഥന. ചോട്ടണ്ട. എന്ത് രൂപ? ബാബാ എന്തിനാവട്ടെ. ഇത് അമ്പലമാണ് കേട്ടോ. അമ്പലത്തിന്റെ ശരിക്കും ഇങ്ങനത്തെ ബിൽഡിങ് ഭയങ്കര രസമുണ്ടാവും. പണ്ടത്തെ ഒരു ഫീല് വരും. പക്ഷെ അതൊന്നും ഇല്ല. അതാണ്
ഇവിടെ താഴെ കൂടിയുള്ള പ്രശ്നം. ഇവിടെ അതുണ്ടെങ്കിൽ വുഡ് ബി ഗുഡ്. ഇനി വെറുതെ കയറി നോക്കാം അല്ലേ. ഇത് പക്ഷേ ചെറിയ റൗണ്ട് ആവുന്നല്ല, സെയിം വലുപ്പം തന്നെയാണോ? ഇത് രണ്ടും ചെറുതാ. ആ എടി ഇതിനുണ്ടാ. പക്ഷെ ഈ ഓട്ടോകൾ എന്തിനാന്നറിയോ? പിന്നെ മറ്റേ പീരെങ്കി വളയ്ക്കാതെ വിളിക്കാനൊന്നും പറ്റില്ല. ഇതാണ് ഇതിൻ്റെ ഓട്ടം. ഇത് രണ്ടരണ്ട് മുകളിലേക്കും ഇങ്ങനെ താഴേക്കും ഉണ്ട്. ഈ താഴെ തടഞ്ഞ് സത്യത്തിൽ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ എഴുതി വെക്കണം. ഇതൊക്കെ എന്താണ്, എന്തിനാണ്, ഇതിന്റെ പർപ്പസ് എന്താണ്? എന്ത് പർപ്പസാ? കപ്പിൾസ് പർപ്പസാണോ? അല്ലാണ്ട് പക്ഷെ ഇല്ല. പക്ഷെ ഗവൺമെന്റുകാർക്ക് കാശ് പിടിക്കണ്ടല്ലോ. ആൾക്കാർ നമുക്ക് വീട് എടുക്കാൻ പറ്റാത്ത ദിവസമല്ല, ആരും ഫാമിലിക്ക് വരാൻ പറ്റണ്ടാവില്ല. കൊണ്ടുവരുമോ ഇതെല്ലാം കാണാന്ന് പറയില്ലേ? ശരിയായിരിക്കും. ഒരു 90-50 സാധനം കിട്ടി. നമ്മുടെ എൻ്റെ സ്കൂളില്ലേ, ആ സെറ്റപ്പുള്ള സ്കൂൾ പോലെ അത് പുതിയതാ. അത് പുതിയ ബിൽഡിങ്ങാ. അത് പഴയത് ഫീലാക്കാൻ വേണ്ടി പേടിച്ചിട്ടിറങ്ങി കയറണ്ടാവാ. പിന്നെ കേറില്ല. അതാ പറഞ്ഞ നമുക്ക് റോട്ടിൽ കൂടെ നടക്കാം, ഓട്ടോയിൽ കയറണം. അതായത് ഫസ്റ്റ് അതാണ് ആൾക്കാർ ആ 4th 5th